റെയ്ഡ് നടത്തിയ ഗുണ്ടകളെ രക്ഷിക്കാനായിട്ടുള്ള വേഷനായി പോലീസ് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തത് കരോട് കഴിഞ്ഞ് മടങ്ങി വന്നതാണ്. ആ വണ്ടിയുടെ ലൈറ്റ് അടിച്ചപ്പോൾ കണ്ണിലിങ്ങനെ തറച്ചു. അതാണ് ഈ തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം തുടക്കത്തിൽ ഒരു 3 പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. ഇവര് പിന്നീട് വിളിച്ചു വരുത്തുക ആളുകളെ. അത് ആ പേരൻസ് പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങൾ നമ്പർ 2 ഈ കൗമുംപ്രയാർ ബെൽറ്റ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒത്തിരി ആന്റി സോഷ്യൽസ് ഉള്ള ഒരു ഇതാണ് അവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. അത് പന്തക്കോസ് ഒരു വിഭാഗമേ അല്ലല്ലോ, അത് ഇന്ത്യയുടെ വന്ന ഗാങ് അല്ലെന്നേ, വന്നടിച്ചവരുടെ അല്ലേ ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് നടപടി ഇവര് ശക്തമായി നിൽക്കുമല്ലോ ഏതാ നടപടിക്ക് വേണ്ടി. അപ്പോൾ ഡിവൈഎസ്പിയുടെ വേർഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ ഇവരുടെ ഇത് പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട ആളുകളാണ്, മറ്റൊരു അത് തന്നെയാണോ എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നതല്ല, പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട ആളുകളാണ് മറുവശത്തുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു തർക്കമാണ്. അപ്പോൾ ഒരു ഒഫീഷ്യൽ വേർഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പെന്തക്കോസ്ത് സഭയ്ക്കകത്തെ ആളുകൾ തമ്മിലുള്ള തർക്കമായിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്പർ 1. നമ്പർ 2, ഇത് കരോളിന് പോയ ആളുകളല്ല എന്നുള്ളതാണ്. കരോൾ കഴിഞ്ഞ് മടങ്ങി വന്നതാണ്. ആ വണ്ടിയുടെ ലൈറ്റ് അടിച്ചപ്പോൾ കണ്ണിലിങ്ങനെ തറച്ചു. അതാണ് ഈ തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതിനകത്ത് RSS BJP ഇല്ല, അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല. നാലാമത്തെ അവർ മിണ്ടുന്നുമില്ല. ഈ പിടിച്ച ആളുകളുടെ പൊളിറ്റിക്സ് എന്താണെന്നുള്ള പുറത്ത് പറയുന്നത്. എത്ര പേര് പിടിച്ചിട്ട്? 4 പേര്. അത് 308 അനുസരിച്ച് ഇവിടെ കേസെടുത്തിട്ടുണ്ട്. അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസാനിച്ചു എന്നൊരു മട്ടിലാണ് അവർ നിൽക്കുന്നത്. മാത്രമല്ല ഫ്യൂച്ചറിൽ ഈ കേസിൻ്റെ ഒരു ഗ്രാവിറ്റി കുറയ്ക്കാനുള്ള വിഷയങ്ങൾ അവരിപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിൽ ഈ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാണെന്നുള്ളത് കറക്റ്റാണോ? അല്ലല്ലോ, ക്രിസ്മസ് സംഘത്തിന്റെ നേരെയല്ലേ TV കണ്ട ദൃശ്യങ്ങൾ കണ്ടത്. സംഘം ഇങ്ങനെ പോകുമ്പോൾ അവരെ ആക്രമിക്കുന്നത്. സാറിന്റെ വീട്ടില് പള്ളിക്കാരുടെ ഫൈനൽ റൗണ്ട് വരുന്നു. ഫുഡും അവിടെ തന്നെ ക്രമീകരിച്ചു. സാറിന്റെ വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് കിടന്നാണ് അതെ, അത് ഗേറ്റൊക്കെ കാണാമല്ലോ. 4 പേര് അറസ്റ്റ് ചെയ്തത്. ഇവൻ കുമനാട്ട് കവലയിലെ ആ ഒരു തട്ടുകട നടത്തുന്നവന്, ഇവൻ അതിൻ്റെ നേരെ എതിർവശത്ത് മീൻകട നടത്തുന്നവന്. ഇവരെല്ലാം കൗമുറേറ്റുകാരാണ്. ഇവനും അവിടെ ഉള്ള ഈ ഇവനെ എനിക്കറിഞ്ഞു. ഇതെല്ലാം ഈ കവലയ്ക്ക് വൈകിട്ടിരുന്ന്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അതാണ് പോലീസ് ഇതൊരു ചിലപ്പം കൗമുംപ്രയാർ ഈ മറ്റവരുടെ ഒരു CPM ബന്ധവെച്ചിട്ടുള്ള അവരെ അതുകൊണ്ടാണ് വേർഷൻ പെട്ടെന്ന് മാറുന്നത്. കൗമുംപ്രയാർന്ന് കേട്ടപ്പം ഞാൻ പറഞ്ഞ കേസതാണ്. നമ്മുടെ പഴയ കല്ലുപ്പാറ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായി കൗമുംപ്രയാർ ഒരു CPM-കാരല്ലേ? CPM അതാണ് ഈ വേർഷൻ പെട്ടെന്ന് ഇതിന്റെ ഈ കുറ്റകൃത്യത്തിന്റെ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള ആർഗ്യുമെന്റാണ് പോലീസ്. സാറേ, അത് നിശ്ചയമായും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരം നടക്കുന്ന ഒരു അറ്റംപ്റ്റാണ്. ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് വേറെ ഇതിന്റെ ഗൗരവം കുറയ്ക്കുക. ഈ ഗൗരവം കുറച്ച 2 വിഷയത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. IPC സഭയുടെ മതിൽ കൊടുത്തിട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ ഗേറ്റ് കൊടുത്തത്. ഇതൊക്കെ അന്ന് അവര് സംരക്ഷകരായിട്ട് വന്നിട്ട് അതിന്റെ ഗുണഭോക്താവാ സാറേ. സജിച്ചെറിയാൻ അതിന്റെ ഗുണഭോക്താവാണ്. സംഭവം ഉണ്ടായി, ചർച്ച് ഓഫ് ഗോഡിന്റെ ഗേറ്റ് വിളിച്ച സംഭവം ഉണ്ടായി. രാവിലെ നമ്മൾ വരുന്നതിന്റെ തൊട്ട് പുറകെ ഉദയഭാനു ഇവിടെ വന്നു. അപ്പൊ ഈ കേസിൽ ചാടി വീഴാത്തത് അതുകൊണ്ടാണ്, മനസ്സിലായോ? അല്ലെങ്കിൽ നോർമലി ചാടി വീഴണമല്ലോ. ഇവരെ അന്നേരം തന്നെ അറസ്റ്റ് ചെയ്തായിരുന്നു. ഈ രാത്രി തന്നെ പിടിച്ചു വെച്ചായിരുന്നു ഒരാളെ. അവനുള്ളത് കൊണ്ട് മറ്റോട്ട് ട്രേസ് ചെയ്യാൻ പെട്ടെന്ന്. രാത്രിയല്ലേ, നമുക്കറിയത്തില്ല ഇതാരാന്ന്. ഇവരന്താളിച്ചു പോയിരുന്നേ. ഇവര് കൊച്ചു കുഞ്ഞുങ്ങളും ഈ പരിക്കേറ്റ ആളുകൾ എവിടെ കിടക്കുന്നത്? അഡ്മിറ്റഡ് അല്ല. 45 minutes ഓഫ് അറ്റാക്ക് ആയിരുന്നു. ഞങ്ങളെല്ലാം ഗേറ്റിന്റെ അകത്തായിരുന്നു. ഇവര് വെളി വന്ന് ഞാനായിരുന്നു ഫോർ ഫ്രണ്ടിലുള്ളത്.
എൻ്റെ കൂടെ ഞാനൊരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറാണ്. അപ്പം എൻ്റെ കൂടെ ഒരു മിലിറ്ററി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ഞങ്ങളോട് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലീഡ് ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് ഒരു ഒഫൻസീവ് ചെയ്യുന്നതിൽ പിന്നെ കേസ് തിരിഞ്ഞു പോകും. പക്ഷേ ഇവരൊരു ആനിമൽ സ്പിരിറ്റ് ഭയങ്കര അങ്ങ് ആക്രോശിച്ച് അടിക്കണം എല്ലാവരെയും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ജോൺസൺ പാസ്റ്റർ കയറി പുള്ളി അങ്ങ് അടിച്ചു, സമാധാനം പറയാൻ വന്നത്. പിന്നെ 2-3 ഗേറ്റ് ചാടി കയറി സൈക്കിൾ ചെയിൻ വെച്ച് ഗേറ്റ് തല്ലി തുറക്കുക, എല്ലാവരും ഒരുമിച്ച് അങ്ങ് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ SHO വിളിച്ചു. അപ്പോൾ SHOയുടെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. SHO രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോൾ SHO പറഞ്ഞു ഞാൻ ഫോഴ്സിന് അയച്ചിട്ടുണ്ട്. അവർ വരുകയും ഇവർ 2-3 ഗ്യാങ്ങായിട്ട് വന്നു. ആദ്യത്തെ ഗ്യാങ് വന്നു, പിന്നെ ബൈക്കിൽ 1-2 പേര് വന്നു, പിന്നെ അടുത്തൊരു കാറിൽ വന്നു. അവരെല്ലാം വിളിച്ചു വരുത്തുക. അല്ലല്ല വിളിച്ചു വരുത്തുക. കാരണം ഇവരെ അവരെന്നെ പറഞ്ഞാണ് ഇവരെ വിളിച്ചിട്ട് ഇവർ പോയത്. അതൊരു അങ്ങനെ ഇവരുടെ ആൾക്കാരും കൂടി. അപ്പോൾ ആൾക്കാരോടും ഇവർക്ക് സ്ട്രെങ്ത്. ഞങ്ങളും 5-6 ആണുങ്ങളും ബാക്കി എല്ലാം സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളും 1 വയസ്സുള്ള കുട്ടി ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4 വീഡിയോ ഉണ്ട്. 4 വീഡിയോ നമ്മളെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 3 പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. ഇവർ പിന്നീട് വിളിച്ചു വരുത്തുക ആളുകളെ. അല്ല, അത് ആ പേരൻസ് പറഞ്ഞല്ലോ. ഇന്നലെ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ പേരൻസ് വിളിച്ചിട്ട് ഇവർ പോയെന്ന് പറഞ്ഞു, വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞു. പോലീസിന്റെ വേർഷന് അവർ ക്രിസ്മസിന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. അവര് പടിവാളും കമ്പിപടിയും സൈക്കിൾ ചെയിനും. സോ ദാറ്റ് ഈസ് ദ പ്രൂഫ്. നോബഡി കംസ്. അപ്പോൾ ആ അടിയിട്ട് വലിയൊരു 10 ഇഞ്ച് ഡയമീറ്ററിലൊരു ബ്ലോക്ക് വെച്ച് തലയ്ക്ക് അടിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ അറ്റാക്ക് നടത്തിയ ഗുണ്ടകളെ രക്ഷിക്കാനായിട്ടുള്ള വേർഷനായി പോലീസ്. ഞാൻ പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്തത് ഈ 2 കാര്യം അതിനകത്ത്. ഒന്ന്, ഇങ്ങനൊരു പെന്തക്കോസ്റ്റ് ന്യൂ ജനറേഷൻ ചർച്ചിന് നേരെ ഒരു സംഭവം ഉണ്ടായാൽ സാധാരണ നിലയിൽ അവർ രംഗത്ത് വരും. പെട്ടെന്ന് വന്നിട്ടില്ല. നമ്പർ 1. നമ്പർ 2, ഈ കൗമുംപ്രയാർ ബെൽറ്റ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഒത്തിരി ആൻറ്റി സോഷ്യൽസ് ഉള്ള ഒരു ഇതാണ് അവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരികയും പോലീസ് ഈ വേർഷം പറയുകയും, അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് നടപടി ഇവരെ ശക്തമായി നിൽക്കുമല്ലോ നടപടിക്ക് വേണ്ടി. അതുണ്ടാവാത്തത് ഈ മൗനാനുവാദമാണെന്നുള്ളത് ക്ലിയർ. ക്രിസ്മസ് കാരൾ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് വിഭാഗക്കാർ ചെയ്യുന്നതല്ല, അത് എപ്പിസ്കോപ്പൽ സഭകളാണ്. ഇവരൊരു വേറിട്ട സഭയാണ്. ഇവർക്ക് കാരൽ സർവീസും എല്ലാം ഇവർക്കുണ്ട്. അപ്പം 2 ഗ്രൂപ്പ് തമ്മിലാണെങ്കിൽ മറ്റേ ഗ്രൂപ്പിന് ഈ സാധനം ഇല്ലല്ലോ, ചുമ്മാ പറഞ്ഞുണ്ടാക്കില്ല. അവർ സെറ്റായിട്ടുള്ളത് ഇത്. പിന്നെ CPM-ൻ്റെ ആ കവലയില്ലേ, നമ്മുടെ ബൈക്കുകളിലില്ലേ, ലക്ഷ്മിലോട്ട് തീരെ നമുക്ക് അവിടെ വേണം ഈ CPM-കാർ സംഘടിക്കുന്നത്. അതല്ലേ ഞാൻ ചോദിച്ചത്. ഈ പോലീസ് വേർഷൻ മറ്റേ സെറ്റാണ്, അവരുമായിട്ടുള്ള തലമാണ്. അവരും ബന്ധക്കോസാണ്. അതാരാന്നാ ചോദിച്ചത്. ഇന്നതൊന്നുമില്ല, ബന്ധക്കോസുകാർ തമ്മിൽ. അതല്ലേ ഞാൻ ചോദിച്ചത്. ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ അതവർ പറയുന്നില്ലല്ലോ, അതാരാന്നറിയാമോ നമുക്ക്? അത് പെന്തക്കോസ്ത് ഒരു വിഭാഗമേ അല്ലല്ലോ, അത് ഇന്ത്യയുടെ വന്ന ഗ്യാങ് അല്ലെന്നേ. വന്നടിച്ചവരുടെ അല്ലേ ഞാൻ ചോദിച്ചത്. പോലീസ് പറയുന്ന വേർഷൻ ഇവര് തമ്മിലുള്ള തർക്കമാണെന്നല്ലേ പറയുന്നത്. ആ തർക്കം ഈ അടിച്ചവരുമായിട്ടുള്ള തർക്കമെന്നല്ല പറയുന്നത്. മറ്റേ അതല്ലേ ചോദിച്ചേ. എക്സോഡസിൽ വേറൊരു ഗ്രൂപ്പ് ബന്ധക്കോസിന്റെ ഒരു വിഭാഗം ഇവരെ ബന്ധക്കോസാക്കി അവരെ അതല്ലേ ചോദിച്ചേ. അങ്ങനെ ഒരു അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ? നമുക്കിതാണ് ഒരു പിന്നെ മുഖ്യമന്ത്രിക്കും DGP-ക്കും ഒരു കത്ത് കൊടുക്കാമല്ലോ. ഈ സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കണം കുറ്റക്കാർക്ക്. അത് പറഞ്ഞൊരു കത്ത് കൊടുക്കുക. എന്നിട്ട് അല്ല, അത് പുള്ളി നമ്മൾ പറയണോ? വേണ്ട. നമ്മൾ ആ കത്തിൽ നടപടി ആവശ്യപ്പെട്ടാൽ മതി നമ്മൾ. കാരണം അവരുടെ ഭാഗം നമ്മളെന്തിനാണ് ഏറ്റെടുക്കുന്നത്? നമ്മളത് അറിഞ്ഞിരിക്കുന്നു, അതനുസരിച്ച് നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിനപ്പുറത്തോട്ട് കയറി പറയേണ്ട കാര്യമില്ല.